ഇന്ന് നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിയർ ചെയ്തതാണ്. അത് ക്ലിയർ ആയാലേ ഇത് ക്ലിയർ ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ സ്പീഡും വെലോസിറ്റി നമ്മളുടെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം എന്താണ് സ്പീഡ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം എന്നാണ് നമ്മൾ പറയുക. ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. യൂണിറ്റ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ഇതിനെ നമ്മൾ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നും പറയും. മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നും പറയും. വേറൊരു കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സ്പീഡോമീറ്ററിലും കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് കിലോമീറ്റർ പെർ അവർ. ഇതിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക എന്നാണ് നോക്കുന്നത്. എന്താണ് കിലോമീറ്റർ പെർ അവറിലാണ് ഇപ്പോൾ വെലോസിറ്റി സ്പീഡ് തന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റുക? അതൊന്ന് ആദ്യം ബേസിക് പഠിച്ചു നോക്കാം. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മണിക്കൂറിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ 1000 അല്ലേ? 1 ഇൻറ്റു ഞാൻ 1 ഇൻറ്റു എന്ന് എഴുതാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 1000 മീറ്റർ ബൈ 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ്സ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇനി ഇത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. 0 ഒക്കെ കട്ട് ചെയ്യുക. 5/18 എന്നാണ് കിട്ടുക. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കൺവേർഷൻ 1 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡ് മാറ്റുക? 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. 36 കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 36 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ 36 ഇൻറ്റു 5/18 എന്നെഴുതും. 36 2 ആണ് ക്യാൻസൽ ചെയ്താൽ അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ കിട്ടുക? നമുക്ക് ഇനി തിരിച്ച് കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് ഇപ്പോൾ മാറ്റിയത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് 100 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു ഫോർമുലയായിട്ട് തന്നെ എഴുതാം. നമുക്ക് ഈ 1 ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. അപ്പോൾ 18 ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്കാണ് വരിക, മേലെ 5 താഴത്തേക്കാണ് വരിക. അപ്പോൾ നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു അല്ലേ 18/5 കിലോമീറ്റർ പെർ അവർ അങ്ങനല്ലേ വരിക. തിരിച്ച് 5/18 18/5 അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 100 ഇൻറ്റു 18/5 കിലോമീറ്റർ പെർ അവർ. 5ഉം 100ഉം 100/5 എത്രയാണ്? 20 അല്ലേ? 20 ഇൻറ്റു 5 അല്ലേ 100? 20 ഇൻറ്റു 18 ചെയ്യുമ്പം 18 ഇൻറ്റു 2 36 360 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഈ ടൈപ്പ്, അതായത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. സ്പീഡ്, ഡിസ്റ്റൻസ്, സ്പീഡും വെലോസിറ്റീൻ്റെ കേസിൽ. ഇനി സ്പീഡ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി എന്താണ് സ്പീഡ്? ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പറഞ്ഞു, ഇവിടെ തന്നെ ഒന്ന് എഴുതി വെക്കുക. ഇറ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, അതിൽ സ്കാലാർ ക്വാണ്ടിറ്റി തന്നെ ആയിരുന്നു അത്. ഓക്കെ, അടുത്തത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെലോസിറ്റീൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വെലോസിറ്റി വേറെ പറയാനുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്
ബൈ ടൈമാണ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു സ്പീഡ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. ഓക്കെ, ഈ വെലോസിറ്റീൻ്റെ കേസിൽ യൂണിറ്റ് എങ്ങനെയാണ് വരിക? യൂണിറ്റ് ഓഫ് വെലോസിറ്റി നമുക്ക് ഇത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ അല്ലേ, പെർ സെക്കൻഡ് അല്ലേ ഉണ്ടാവുക. കിലോമീറ്റർ പെർ അവർ പറയും, മീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോമീറ്റർ പെർ അവർ ആണ് നമ്മൾ പറയാം. ഇനി ഇത് പക്ഷേ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്പീഡ് ആയിക്കോട്ടെ വെലോസിറ്റി ആയിക്കോട്ടെ രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ പറയാം. എന്താണ്? സ്പീഡ് ഓർ വെലോസിറ്റി. ഒരു സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ഇതിന് വേഗം അല്ലെങ്കിൽ പ്രവേഗം, അത് രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ പറയുക. രണ്ട് ടൈപ്പായിട്ടാണ് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ് ഈസ് ആവറേജ് ടൈപ്പ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, അതായത് ശരാശരി വേഗത, ശരാശരി പ്രവേഗം, അങ്ങനെയാണ് നമ്മൾ പറയാം. രണ്ടാമത്തെ ടൈപ്പ് ഇൻസ്റ്റൻറ്റേനിയസ് എന്ന ടൈപ്പാണ്. ഇൻസ്റ്റൻറ്റേനിയസ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള, ആ ഒരു ടൈമിലുള്ള സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റൻറ്റേനിയസ് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡോമീറ്റർ ഉണ്ടാവും. ആ സ്പീഡോമീറ്റർ മെഷർ ചെയ്യണത് സ്പീഡ്, അങ്ങനെ കാണിക്കുന്ന സ്പീഡ് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡാണ്. അതുകൊണ്ട് അത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സ്പീഡോമീറ്റർ ഷോസ് അല്ലേ, വണ്ടിയിലുള്ള സ്പീഡോമീറ്റർ ഷോസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. വെലോസിറ്റി എന്ന് പറയാം, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറയുമ്പോൾ എന്താ വ്യത്യാസം? ഒരു ഡയറക്ഷനും കൂടെ അതിൻ്റെ കൂടെ പറയും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആവറേജ് ആണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോണത്. ആവറേജ് സ്പീഡ് ഓർ വെലോസിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. എന്താണ് ടോട്ടൽ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, ആവറേജ് സ്പീഡ് എന്നിട്ട് ഇതിനെ വായിക്കുക. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അങ്ങനെ തന്നെ എഴുതുക, ടോട്ടൽ എന്ന് ഫുള്ളായിട്ട് എഴുതുക. എന്താണ് ആവറേജ് സ്പീഡ്? ശരാശരി വേഗം ഈസ് ഈക്വൽ ടു ആകെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ആകെയുള്ള ദൂരം, ടോട്ടൽ നമ്മൾ ആ ടോട്ടൽ ജേർണിയിൽ മുഴുവൻ സഞ്ചരിച്ച ദൂരം ബൈ ടോട്ടൽ ടൈം, ആകെ സമയം, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുക. എന്താണ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമിനാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളത് മനസ്സിലായി. അതെന്താണ്? ടോട്ടൽ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ആവറേജ് വെലോസിറ്റി എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമുക്ക് ആവറേജിൻ്റെ കൺസെപ്റ്റിലുള്ളത്. ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ കൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് അതിൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സിൻ്റെ ടൂൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം അത് കുറച്ചൊരു മാത്സിൻ്റെ നമുക്ക് +2ലും +1ൻ്റെ ലാസ്റ്റൊക്കെ പഠിക്കുന്ന മാത്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ ഭാഗം എടുക്കുന്നില്ല. ആവറേജിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ ഒരു സെക്ഷൻ നമുക്ക് ഈ സ്പീഡ് വെലോസിറ്റി എന്നുള്ള സെക്ഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. എന്താണ് ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car travels in a speed of ഒരു കാറ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഏതിൽ? ഇൻ എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡിൽ. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് ഹാഫ് ടൈം ഓഫ് ദ ജേർണി.
അയാളുടെ ജേണിയുടെ ഫസ്റ്റ് ഹാഫ് ടൈം, പകുതി സമയം 30 മീറ്റർ പെർ സെക്കൻഡിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് then with a speed of 40 meter per second, പിന്നെ 40 മീറ്റർ പെർ സെക്കൻഡിലാണ് പോണത്. ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ടൈം, അടുത്ത പകുതി സമയം പോകുന്നത് ഏത് വേഗത്തിലാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിലാണ്. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്, അവരുടെ ആവറേജ് ശരാശരി വേഗം കണക്കാക്കുക. ആവറേജ് സ്പീഡ് എങ്ങനെ കണക്കാക്കുക? ആവറേജ് സ്പീഡ് എങ്ങനെ കണക്കാക്കുക? അയാളുടെ ആവറേജ് സ്പീഡ് കണക്കാക്കാൻ നമുക്ക് ഫസ്റ്റ് ഹാഫ് ടൈമിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കണക്കാക്കുക? നമുക്ക് ആവറേജ് സ്പീഡ് കണക്കാക്കാൻ ഈ കേസിൽ ആവറേജ് വെലോസിറ്റി ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിയിൽ പിന്നെ ഡിഫറൻസ് ഉണ്ടാവണമെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണത്. ബോഡീൻ്റെ മോഷൻ്റെ സമയത്ത് ഡയറക്ഷൻ ചേഞ്ച് വന്നാലേ അവിടെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി നമ്മളുടെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി ഇവിടെ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ആവറേജ് സ്പീഡ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആവറേജ് സ്പീഡിനെ വി ആവറേജ് എന്നാണ് കാണിക്കുന്നത്. വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്, അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. നോക്കാം, ആദ്യത്തെ ഹാഫ് ടൈമിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡാണ് അയാൾക്കുള്ളത്. രണ്ടാമത്തെ ഹാഫ് ടൈമിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഹാഫ് ടൈമിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ T/2, 0 to T/2 എന്നിരിക്കുക. തുടങ്ങുന്ന സമയത്തല്ലേ, അതായത് 0 മുതൽ T/2 എന്ന സമയം വരെ അയാളുടെ സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, T/2 മുതൽ T വരെ അയാൾ സഞ്ചരിച്ചത് 40 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ നോക്കുക, 0 തൊട്ട് T/2 വരെ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? അപ്പോൾ ഞാൻ ആ ദൂരത്തിനെ ഡിസ്റ്റൻസസ് എന്ന് എഴുതാണ്. അതായത് 0 തൊട്ട് T/2 വരെ അയാൾ സഞ്ചരിച്ച ദൂരം എങ്ങനെ നമുക്ക് കിട്ടുക? ദൂരം ബൈ സമയമാണല്ലോ ഈ വെലോസിറ്റി കിട്ടിയത്. അപ്പോൾ ദൂരം എന്നുള്ളത് വെലോസിറ്റി ഇൻറ്റു ടൈം, ഡിസ്റ്റൻസ് എന്നുള്ളത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് വരിക. സോ 30 ഇൻറ്റു T/2. സിമിലർലി T/2 ടു T എന്നുള്ള കേസിലുള്ള അയാളുടെ ഇത്രയും മീറ്റർ 40 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ടൈം എത്രയാണ്? T/2 ആണ്. കാരണം T/2 ടു T വരെ എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു T/2. നോക്കുക, ഇത് എത്ര സെക്കൻഡാണ് ഇയാൾ ട്രാവൽ ചെയ്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ T സെക്കൻഡാണ് ടോട്ടൽ എടുത്തത്. അതിലെ പകുതി എന്ന് പറയുമ്പോൾ T/2 അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഹാഫ് ടൈം അയാൾ 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയത്. T/2 ടു T പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ടൈമിൽ അയാൾ 40 ആണ് പോയത്. രണ്ടും ഒരേ സമയമല്ലേ, ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരേ സമയമല്ലേ. ആ സമയമാണ് 30 ഇൻറ്റു T/2, 40 ഇൻറ്റു T/2. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 30 ഇൻറ്റു T/2 പ്ലസ് 40 ഇൻറ്റു T/2, രണ്ടും കൂടെ കൂടിയത്. ടോട്ടൽ ടൈം എത്രയാണ് മക്കളെ? ടോട്ടൽ ടൈമും കൂടെ നമുക്ക് വേണ്ടേ? ടോട്ടൽ ടൈം എത്രയാണ്? ഫസ്റ്റിലെ ടൈം T/2, രണ്ടാമത്തെ ടൈമും T/2 അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം T, കാരണം ടോട്ടൽ 0 ടു T അല്ലേ ഉള്ളത്, T. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഇതെങ്ങനെ നോക്കുക? 30 ഇൻറ്റു T/2 പ്ലസ് 40 ഇൻറ്റു T/2 ബൈ T അല്ലേ. ഇതിൽ നിന്ന് എന്തൊക്കെ പുറത്തെടുക്കാൻ പറ്റും അത് പുറത്തെടുക്കുക. ഈ ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ രണ്ടിന്നും T/2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി എന്താണാവുക? 30, രണ്ടാമത്തിൽ എന്താണാവുക? 40. ക്ലിയർ ആയിട്ടോ? ബൈ എല്ലാം കൂടെ ബൈ T. ടിയും ടിയും ക്യാൻസൽ ചെയ്തു. 30 പ്ലസ് 40 എന്താണ്? 70/2 അല്ലേ. 70, ഈ ബൈ 2 അവിടെ ഉണ്ട്. 70/2 എത്രയാണ്? 35 മീറ്റർ പെർ സെക്കൻഡ്.
നോക്കുക, ആവറേജ് സ്പീഡാണ് നമ്മൾ കണക്കാക്കിയത്. ഏത് സിറ്റുവേഷനിലുള്ളത്? ഈ ഹാഫ് ടൈമിൽ ഒരു വെലോസിറ്റി, പിറ്റത്തെ ഹാഫ് ടൈമിൽ വേറെ വെലോസിറ്റി. നമുക്ക് പല കേസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ചിലത് മാത്രം സെലക്ട് ചെയ്ത്, കുറച്ചെങ്കിലും ടഫ് ഉള്ളതാണ് സെലക്ട് ചെയ്യണത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടനായിരിക്കും, എന്നാലും അത് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ട്രൈ ചെയ്ത് മനസ്സിലാക്കാൻ നോക്കുക. മനസ്സിലായ ആൾക്കാർ ഉടൻ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അല്ലാത്തവർ ഇതൊന്നും കൂടെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A boy goes from home to school. അവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു സ്പീഡിലാണ് പോണത്, at 30 meter per second. And returns back, അല്ല തിരിച്ചു വരുന്നു, returns back from സ്കൂളിൽ നിന്ന് to ഹോമിലേക്ക്. ഓക്കെ, റിട്ടേൺസ് ബാക്ക് ഫ്രം സ്കൂൾ ടു ഹോമിലേക്ക് തിരിച്ചു വന്നു. അറ്റ് എന്ന് പറയുമ്പോൾ ഏത് സ്പീഡാണെന്നാണ് കേട്ടോ പറയുന്നത്, at 60 meter per second. ഫൈൻഡ് the average speed and velocity. ഇവിടുത്തെ കേസിൽ ആവറേജ് വെലോസിറ്റി മാത്രമല്ല പറഞ്ഞത്, ആവറേജ് സ്പീഡും കൂടെ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആവറേജ് സ്പീഡ് മാത്രമാണ് കണക്കാക്കാൻ പറഞ്ഞത്, ഇവിടെ ആവറേജ് വെലോസിറ്റിയും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കുക, ഒരു ബോയ് ഹോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഹോമിൽ നിന്ന് എന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെ സ്കൂളുണ്ട്. ആ ഹോമിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തിരിച്ചിങ്ങോട്ടെത്തി. ഓക്കെ, തിരിച്ച് അതേ പോയിന്റിൽ എത്തിയതുകൊണ്ട് റീച്ച്ഡ് ബാക്ക് അറ്റ് സെയിം പോയിന്റ് അല്ലേ, റീച്ച്ഡ് ബാക്ക്, ദ ആൻസർ ആണ് റീച്ച്ഡ് ബാക്ക് അറ്റ് ദ സെയിം പോയിന്റ് അല്ലേ. ആ സെയിം പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. മനസ്സിലായില്ല? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, വന്നവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കിട്ടിയ കൺസെപ്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. ഓക്കെ, ആവറേജ് വെലോസിറ്റി 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി ആവറേജ് സ്പീഡാണ് കണക്കാക്കണം. ആവറേജ് സ്പീഡ് 0 അല്ല, കാരണം അയാൾ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ സങ്കല്പിക്കുകയാണ്, ഹോമിൽ നിന്ന് സ്കൂളിലേക്ക് എക്സ് മീറ്റർ ആണ് ദൂരം, സ്കൂളിൽ നിന്ന് ഹോമിലേക്കും എക്സ് മീറ്റർ ആണ് ദൂരം. അതായത് അസ്യൂം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ home and school is x meter. ഹോമും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നാം അസ്യൂം ചെയ്യണത്? എക്സ് മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിന് മീറ്റർ ആണ് യൂണിറ്റ്, എക്സ് എം എന്ന് പറഞ്ഞ അവസാനം കൺഫ്യൂഷൻ ആവേണ്ട, എക്സ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് പ്ലസ് എക്സ്, അങ്ങോട്ട് എക്സ് ഇങ്ങോട്ട് തിരിച്ച് എക്സ്, സോ 2x. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ പെട്ടെന്ന് കിട്ടി. പക്ഷേ ടോട്ടൽ ടൈം എത്രയായി? ഇവിടെ ടൈം തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഹോം ടു സ്കൂൾ പോയില്ലേ, ആ ഹോം ടു സ്കൂൾ പോകുമ്പോൾ ഉള്ള ടൈം നമുക്കിവിടെ എപ്പോഴും മനസ്സിലാക്കുക, എസ് ഇസ് ഈക്വൽ ടു വി ടി എന്നാണ്. അതായത് ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും, യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു വി ടി എന്നാണ്. അപ്പോൾ ടി ഈക്വൽ ടു എന്താണ്? ടി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ആ സ്പീഡ് നമുക്കറിയെങ്കിൽ ഈ രീതിയിൽ എഴുതിയാൽ പോരെ ടൈം കിട്ടാൻ. അപ്പോൾ ഈ ടൈമിനെ ഞാൻ ആദ്യത്തെ ടൈം ആയതുകൊണ്ട് T1 എന്ന് കൊടുത്തു.
അത് ഇവിടുത്തെ കേസിൽ എക്സ് എന്ന ദൂരം, എക്സ് ആണ് ഇവിടുത്തെ ദൂരം, ബൈ സ്പീഡ് എത്രയാണ്? സ്പീഡ് 30 m/s ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, ക്ലിയർ ആയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ T2 ആണ് ടൈം എടുക്കുക. ആ T2ഉം ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. എക്സ് തന്നെയാണ് ദൂരം, പക്ഷേ സ്പീഡ് എത്രയാണ്? 60 m/s ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ടൈം അപ്പോൾ എത്ര ആയിരിക്കും? ടോട്ടൽ ടൈം ഈക്വൽ ടു x/30 പ്ലസ് x/60. രണ്ട് ടൈം കൂടെ കൂടിയതാവില്ലേ? x/30 ആണ് ആദ്യത്തെ ടൈം, രണ്ടാമത്തെ ടൈം x/60, രണ്ടും കൂടി കൂട്ടുക, x/30 പ്ലസ് x/60 ഈക്വൽ ടു x ഇൻറ്റു 1/30 പ്ലസ് 1/60. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് ആയി, ടോട്ടൽ ടൈം ആയി. അപ്പോൾ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ഇവിടുത്തെ കേസിൽ 2x. ടോട്ടൽ ടൈം എന്താണ്? x ഇൻറ്റു 1/30 പ്ലസ് 1/60. x ക്യാൻസൽഡ്. 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ നിങ്ങൾ ചെയ്യുക സാധാരണ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 60 പ്ലസ് 30/60 ഇൻറ്റു 30. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ചെയ്യാണ് ബാക്കി. ആവറേജ് സ്പീഡ് ഞാൻ V ആവറേജ് ഇങ്ങനെയാണ് കൊടുക്കുക. 2/60 പ്ലസ് 30 പറഞ്ഞാൽ എത്ര മക്കളെ? 90/60 ഇൻറ്റു 30 ഞാൻ അങ്ങനെ തന്നെ നിർത്തുകയാണ്, 60 ഇൻറ്റു 30. സോ ദാറ്റ് ഈ 30 19 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഈ 3ഉം 60ഉം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 20 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ആ 20 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ 2 ഇൻറ്റു 20 ഈക്വൽ ടു 40 m/s. ചെയ്തത് ക്ലിയർ ആണോ? അത് കാൽക്കുലേഷൻസ് ചെയ്ത് ശീലമാവണം. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ന്യൂമറേറ്റർ നിന്ന് ഡിനോമിനേറ്റർക്ക് എടുക്കുമ്പോൾ ഇത് ശീലമായാലേ കാര്യങ്ങൾ സ്പീഡ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുക. കൺസെപ്റ്റ് ക്ലിയർ ആയോ അല്ലേ എന്നാണ് ഇപ്പോൾ ഞാൻ നോക്കണത്. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയോ? ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് എന്തുകൊണ്ടാണ് ആവറേജ് വെലോസിറ്റി 0 ആയത്? സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ് സെയിം ആയതുകൊണ്ട്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എത്ര നമ്മൾ ബുദ്ധിമുട്ടുന്നത്? നേരിട്ട് ടൈമോ അല്ലെങ്കിൽ നേരിട്ട് ഡിസ്റ്റൻസോ തരാത്ത ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. നേരിട്ട് ടൈമും ഡിസ്റ്റൻസും തരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തന്നെ ടോട്ടൽ ടൈം ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വെച്ച് ചെയ്തുകൊള്ളൂല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇനി നമുക്ക് ഒരു ടൈപ്പ് ഓഫ് മോഷനും കൂടെ പഠിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ടൈപ്പ് ഓഫ് മോഷൻ? ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. എന്താണ്? യൂണിഫോം മോഷൻ. ഓക്കെ ശ്രദ്ധിക്കുക. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ യൂണിഫോം ആയിട്ടുള്ള മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ഓരോ ഇൻ്റർവെല്ലിലും, ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടൈം ഡ്യൂറേഷൻ, ഓരോ ഈക്വൽ ഇൻ്റർവെല്ലിലും ഈക്വൽ ദൂരം കവർ ചെയ്യുന്ന മോഷനാണ് യൂണിഫോം മോഷൻ. എന്നാണ് ഇൻ യൂണിഫോം മോഷൻ ഈക്വൽ ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യണം. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസസ് are covered in equal intervals of time without എന്താണ് ഞാൻ പറഞ്ഞത്? വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ, ഡയറക്ഷനിൽ ഒരു മാറ്റവും ഇല്ലാതെ എന്താണ് ഈക്വൽ ഇൻ്റർവെല്ലുകളിൽ, ഈക്വൽ ആയിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മോഷനെ എന്ത് വിളിക്കാം? യൂണിഫോം മോഷൻ എന്ന് വിളിക്കാം. യൂണിഫോം മോഷൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നോക്കുക, ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാറുണ്ട്. എപ്പോഴും സ്പീഡ് സെയിം ആണെന്നല്ല അർത്ഥം. ഡിസ്റ്റൻസ് എപ്പോഴും സെയിം പെർ ടൈമും സെയിം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്പീഡ് സെയിം ആണെന്നല്ല അർത്ഥം. പക്ഷേ ഡയറക്ഷൻ മാറാൻ പാടില്ല.
അപ്പം അങ്ങനെ വളഞ്ഞ് പറയേണ്ട ആവശ്യമുണ്ടോ? സ്പീഡും ഡയറക്ഷനും മാറാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം വെലോസിറ്റി മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോരെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതുക. ഈ ഡെഫിനിഷനാണ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്. യൂണിഫോം മോഷൻ മീൻസ് വേറെ ഒന്നും ഓർക്കണ്ട, വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദ മോഷൻ ഇൻ വിച്ച് ഏത് മോഷനിലാണോ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് മോഷനിലാണോ ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. അങ്ങനത്തെ ഒരു മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഏതൊരു മോഷനിലാണോ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് നിൽക്കുന്നത് ആ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതോട് കൂടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയി, അതേസമയം ഡയറക്ഷനും മാറാതായി. കാരണം രണ്ടും കോൺസ്റ്റൻ്റ് ആയാലേ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷനല്ല, ഈ ഡെഫിനിഷനാണ് കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ എളുപ്പം. ഓക്കെ, ഇനി ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ ആണ് നമ്മൾ നോക്കുക. ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ, യൂണിഫോം മോഷൻ്റെ ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. എന്താണ് ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ? ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം, ഒരാൾ ഒരു ഡയറക്ഷൻ ചേഞ്ചും ഇല്ല, അത് നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റിനെ ഞാൻ വി എന്നാണ് കാണിക്കുക, വെലോസിറ്റി സ്പീഡിനെയും ഞാൻ വി തന്നെയാണ് കാണിക്കുക. നിങ്ങൾ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിസ്റ്റൻസിനെ എസ് എന്നാണ് ഞാൻ കാണിക്കുക. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എപ്പോഴും എന്തിന് യൂസ് ചെയ്യുക? ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷനായിട്ട് യൂസ് ചെയ്യുക. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇപ്പോൾ നമുക്ക് വെലോസിറ്റി അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം, എങ്കിൽ ടൈം ഇതെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ എങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം മറ്റേ ആവറേജ് വെലോസിറ്റീൻ്റെ സമയത്ത് ഓൾറെഡി യൂസ് ചെയ്തു. ഒരു പുതിയ കൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, പിന്നെ സ്പീഡ് പഠിച്ചു. അതിനുശേഷം പിന്നെ ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡും പഠിച്ചിട്ട് അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിനും പുറമെ നമ്മൾ യൂണിഫോം മോഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഒരു കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്യുക അതിലേക്ക്, ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ? ത്വരണം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലുള്ള മാറ്റത്തിൻ്റെ നിരക്ക്, വെലോസിറ്റിയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സലറേഷൻ. വെലോസിറ്റിയിലുള്ള മാറ്റത്തിൻ്റെ നിരക്ക്, മാറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു, ഞാൻ അങ്ങനെയാണ് പറയാം, ഇങ്ങനെ ഡിഫറൻസിയേഷൻ രീതിയിലാണ് എഴുതൽ. പക്ഷേ നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള ഫോമിൽ നോക്കുകയാണെങ്കിൽ ആക്സലറേഷനെ എ എന്നാണ് കാണിക്കുക, ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം കൊടുത്താൽ മതി. ആക്സലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നല്ലത്, കുറച്ചും കൂടെ ബെറ്റർ ഫോം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. എന്താണ് ഡെൽറ്റ സൂചിപ്പിക്കുന്നത്? ഡെൽറ്റ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്. അതായത് വെലോസിറ്റിയിലുള്ള മാറ്റം ബൈ സമയത്തിലുള്ള മാറ്റം, അതാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, അതായത് വെലോസിറ്റിയിലുള്ള ചേഞ്ച് ബൈ ടൈമിലുള്ള ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആക്സലറേഷൻ്റെ യൂണിറ്റ് കിട്ടും. എങ്ങനെയാണ് യൂണിറ്റ് കിട്ടുക? യൂണിറ്റ് വെലോസിറ്റീൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ്. എന്താണ് വെലോസിറ്റീൻ്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് ടൈമിൻ്റെ യൂണിറ്റ്? സെക്കൻഡ്. അപ്പോൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഈ 2 എസും കൂടി ഒരുമിച്ചാവല്ലേ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ മീറ്റർ, ഈ സെക്കൻഡ് മേലേക്ക് വരുമ്പോൾ റേസ് ടു -2. അപ്പോൾ ഇതിൽ ഏത് ഫോമിൽ, 2 ഫോമിൽ ഏതിലും വേണമെങ്കിലും നമുക്ക് ആക്സലറേഷൻ്റെ യൂണിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഓക്കെ, ഇനി ആക്സലറേഷനിൽ വെലോസിറ്റി കുറയുകയാണെങ്കിൽ, എന്താണ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ,
വെലോസിറ്റി ഡിക്രീസ് ചെയ്യണതിൻ്റെ റേറ്റിനെ നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ? റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ. എന്താണ് റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ? It is the rate of decrease of velocity. എന്താണ് വ്യത്യാസം? വെലോസിറ്റി ഇവിടെ കൂടണേ ഇല്ല, കുറയാണ്. ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ വണ്ടി മുന്നിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യണത്. പക്ഷേ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ് വരികയാണ്. നമ്മൾ ഓടുന്നതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്രിൻ്റ് ഓടുന്ന ആൾ 100 മീറ്റർ റേസ് ഓടുന്ന ആൾ 100 മീറ്റർ കഴിഞ്ഞ ഉടനെ ജയിച്ച ഉടനെ അയാൾ കുറച്ചും കൂടെ ഓടും. അയാൾ തന്നെ റിട്ടാർഡ് ചെയ്യാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞ് വരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് അയാൾ ആക്സലറേറ്റ് ചെയ്യണം. അപ്പോൾ ആക്സലറേഷൻ റിട്ടാർഡേഷൻ, ആക്സലറേഷൻ ഡിസിലറേഷൻ. അതായത് റിട്ടാർഡേഷൻ്റെ വേറൊരു വേർഡാണ് എന്ത്? ഡിസിലറേഷൻ. ഓക്കെ, അപ്പോൾ റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് വെലോസിറ്റി. ഇനി വേറൊരു ക്വാണ്ടിറ്റി ഉണ്ട്, നെഗറ്റീവ് ആക്സലറേഷൻ. എന്താണ് നെഗറ്റീവ് ആക്സലറേഷൻ? നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ആക്സലറേഷനാണ് നമ്മൾ എന്ത് പറയുക? നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് വിളിക്കുക. അത് തൽക്കാലം ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നില്ല. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ്, ഇപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും ഭാഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ഇനി ആക്സലറേഷൻ നോക്കുക, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷനെ നമ്മൾ വിളിച്ച പേരെന്താണ്? യൂണിഫോം മോഷൻ. അതേപോലെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. എന്താണ്? യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ആ മോഷനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. എന്താണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ? ആക്സലറേഷൻ സ്ഥിരം, ആക്സലറേഷൻ കോൺസ്റ്റന്റ്. മോഷൻ ഇൻ വിച്ച്, എന്താണ്? മോഷൻ ഇൻ വിച്ച് acceleration is constant. Motion in which acceleration is constant is called uniformly accelerated motion. Is called uniformly accelerated motion. Okay, ഏത് മോഷനിലാണോ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ടൈപ്പ് മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അപ്പോൾ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, എപ്പോഴും സ്ഥിരമാണ്. ആക്സലറേഷൻ ഒരു മാറ്റമില്ല. അപ്പോൾ ഇങ്ങനത്തെ മോഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ, ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ പ്രത്യേകത എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏത് ടൈപ്പ് മോഷനിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഫോർ ഏത് ടൈപ്പ്? ഓൺലി ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ആക്സലറേഷൻ മാറി എന്ന് വിചാരിക്കാം, ആക്സലറേഷൻ മാറിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം, കൂടി കുറഞ്ഞു അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലൊക്കെ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആക്സലറേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഒരു ബോഡി എ എന്നുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി ബി എന്നുള്ള പോയിന്റ് വരെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സഞ്ചരിച്ച ദൂരം എസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ശരിക്ക് എസ്. അപ്പോൾ ഓരോന്നും എന്താ നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെടുകയാണ്. എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എസ്സിന് നമ്മൾ എന്താണ് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ്. എ എന്നുള്ള പോയിന്റിലുള്ള അതിൻ്റെ സ്പീഡ് യു. ആ യു ഇതിന് ലാസ്റ്റ് അതിൻ്റെ ബി എത്തിയപ്പോൾ അതിൻ്റെ സ്പീഡ് വി.
ഓക്കെ, അപ്പോൾ യു എന്നുള്ളതിനെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് പറയുക. എന്താണ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ? ആദ്യം തുടക്കത്തിലുള്ള. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കുക. വി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ടി എന്ന ടൈം കൊണ്ടാണ് ഇത് ടോട്ടൽ ട്രാവൽ ചെയ്തത്. അപ്പോൾ ടി എന്നുള്ളത് ടൈമാണ്. ഉടനീളം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ ഉണ്ടായിരുന്നു. ആ എ എന്നുള്ളതിനെ ഞാൻ ആക്സലറേഷൻ വെച്ചിട്ട് സൂചിപ്പിക്കും. നോക്കുക, ഇങ്ങനെയാണെങ്കിൽ മോഷൻ ഇങ്ങനെയാണെങ്കിൽ, അതായത് യു എന്ന വെലോസിറ്റിയിൽ തുടങ്ങി വി എന്ന വെലോസിറ്റിയിൽ അവസാനിച്ചു, ടി എന്ന സമയം കൊണ്ട് ആ സമയം കൊണ്ട് എസ് എന്ന ദൂരം സഞ്ചരിച്ചു എങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ പറ്റും. പക്ഷേ ആ ഇക്വേഷൻസ് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് +1 എത്തുമ്പോൾ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ആ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എങ്ങനെയാണ് ആ ഇക്വേഷൻസ് വരിക? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? എന്താണ് ഈ വി എന്നുള്ളത് കിട്ടണമെങ്കിൽ ഫൈനൽ ആക്ക് എത്ര വെലോസിറ്റി കിട്ടിയെന്ന് അറിയാൻ ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? എ ഇൻറ്റു ടി, ആക്സലറേഷൻ ഇൻറ്റു ടി ആഡ് ചെയ്യണം. ഇനി 2, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്തു എന്ന് കിട്ടാൻ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് നിൽക്കുക, നമ്മൾ എന്താണ് യു ടി എന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് യു ടി? ഇവിടെ ആക്സലറേഷൻ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് വെലോസിറ്റി മാറൂല. ആക്സലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റിയിൽ മാറ്റമില്ല. വെലോസിറ്റിയിലുള്ള മാറ്റം ബൈ സമയം ആണ് ആക്സലറേഷൻ. വെലോസിറ്റിയിലുള്ള ചേഞ്ച് ബൈ ടൈം ആണ് ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റിയിൽ ഒരു ചേഞ്ചും ഇല്ലാതെ പോവുകയാണെങ്കിൽ യു എന്നുള്ള അതേ സ്പീഡിൽ തന്നെ അയാൾ പോയിക്കൊണ്ടിരുന്നേനെ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് മോഷനാണ്? യു എന്നുള്ള അതേ വെലോസിറ്റിയിൽ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് മോഷനാണ്? ഏത് ടൈപ്പാണത്? യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലെ ഇക്വേഷൻ എന്താ? S=VT. ഇവിടെ യു എന്നുള്ള വെലോസിറ്റി ആയതുകൊണ്ട് S=UT. അപ്പോൾ ഇത് യൂണിഫോം മോഷൻ ആയിരുന്നെങ്കിൽ S=UT ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഹാഫ് എ ടി സ്ക്വയർ എങ്ങനെ വന്നു മക്കളെ? അത് ആക്സലറേഷൻ കാരണം വന്നതാണ്. ഈ ആക്സലറേഷൻ കാരണം ഹാഫ് എ ടി സ്ക്വയർ വന്നു. അപ്പോൾ S=UT പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് രണ്ടാമത്തെ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്തൊക്കെയാണ്? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റീൻ്റെ സ്ക്വയർ, യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ സ്ക്വയർ, പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. ഓക്കെ, ഈ 3 ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൈപ്പ്, അതായത് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈപ്പ് മോഷനെ സ്റ്റഡി ചെയ്യാൻ പറ്റും നന്നായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ സ്റ്റഡി ചെയ്യുക? അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഇന്ന് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ: എ ബോഡി ഹാസ് ഇനീഷ്യൽ വെലോസിറ്റി 2 meter per second and final velocity 4 meter per second when it travels 10 meter. Find the acceleration. എന്താണ്? ബോഡീൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നു, തുടക്കത്തിലുള്ളത് ഫൈനൽ വെലോസിറ്റി തന്നു, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു തന്നു. തന്നിട്ടുള്ളത് ലിസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, തന്നിട്ടുള്ളത് ലിസ്റ്റ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി 2 meter per second അല്ല. അപ്പോൾ തന്നിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി അതിനെ നമ്മൾ എന്ത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? യു അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 2 meter per second. തന്നിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? ഫൈനൽ വെലോസിറ്റി അതിനെ നമ്മൾ എന്ത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? വി ഈക്വൽ ടു 4 meter per second അല്ലേ? ഇനി വെൻ ഇറ്റ് ട്രാവൽസ് 10 meter, ഡിസ്പ്ലേസ്മെൻറ്റ് യെസ് ഈക്വൽ ടു 10 meter. ചോദിച്ചിട്ടുള്ളത് എന്താണെന്നും കൂടി എഴുതുക. ആക്സലറേഷൻ എ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണെന്ന് അറിയില്ല.
അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം? നമ്മൾ ഈ എല്ലാ ഇക്വേഷൻ, ഈ സാധനങ്ങൾ മുഴുവൻ ഉള്ള ഇക്വേഷൻ ഏതാ നോക്കുക. യെസ്, വി ഇക്വൽ ടു യു പ്ലസ് എ ടി. വിയും യു ഉണ്ട്, എയും ടിയും ഇല്ല. പക്ഷേ എ ഉണ്ട്, പക്ഷേ ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിലും ടി ഉണ്ട്, പക്ഷേ ടി ഇവിടെ തന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല, അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി സ്ക്വയർ ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ കറക്റ്റ്. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് തന്നിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത് വ്യക്തമാവും. അത്രേ ഉള്ളൂ ഇതിൽ, വേറെ കൂടുതലൊന്നും കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്താണ് വി സ്ക്വയർ? 4 സ്ക്വയർ ഈക്വൽ ടു എന്താണ് യു സ്ക്വയർ? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ നമുക്കറിയില്ല, എസ് 10. ഓക്കെ, ബാക്കി ഞാൻ ഇവിടെ ചെയ്യാണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 16 ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 4 പ്ലസ് 2 ഇൻറ്റു 10 20, 20a. മനസ്സിലായോ? 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു എ 20a. ഈ 4നെ കൂടെ ഇങ്ങോട്ട് എടുത്താൽ 16 മൈനസ് 4 ഈക്വൽ ടു 20a. 12 ഈക്വൽ ടു 20a. a ഈക്വൽ ടു 12/20. നമുക്കിത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഞാനിതിനെ സിംപ്ലിഫൈ ആണ്. 6/10 അല്ലേ, ക്യാൻസൽ ചെയ്താലേ 12 20 0.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 6/10 എന്ന് പറഞ്ഞാൽ 0.6 അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം വരിക. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി നോക്കാം. മെയിനായിട്ട് ഈ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനും യൂണിഫോം മോഷനും കൺസെപ്റ്റ് ഓഫ് ഡിസലറേഷൻ, റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സലറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കൈനമാറ്റിക്സിൻ്റെ ഗ്രാഫുകളിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഭാഗങ്ങൾ നന്നായിട്ട് തറവാക്കുക. ഇപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്ത സ്പീഡ്, വെലോസിറ്റി, പിന്നെ യൂണിഫോം മോഷൻ, ആക്സലറേഷൻ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനും ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡിൻ്റെ പ്രോബ്ലംസും ഒക്കെ നന്നായിട്ട് തറവാക്കി വർക്കൗട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.